അതിനായി പേരുകളിലേക്കുള്ള നമ്പറുകൾ തയ്യാറെടുക്കണമെന്ന് അറിയിക്കുന്നു. പ്രസംഗ മത്സരം തുടങ്ങുകയാണ്. നമ്പർ 167. ഏറ്റവും ബഹുമാനാദരങ്ങൾ നിറഞ്ഞ ഉസ്താദുമാരെ, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, സ്നേഹം നാട്ടുകാരെ, അനാഥനായി ജനിച്ചു വളർന്ന് ലോകത്തിന്റെ നായകസ്ഥാനം ഏറ്റെടുത്ത കാരുണ്യകടലായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുന്ദര ദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ആ പ്രവാചകനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ പുതിയ സർവശക്തനെ ഞാൻ ആദ്യം ആസ്വദിക്കട്ടെ. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് കല്ലിനെയും മരങ്ങളെയും ആരാധിച്ചുകൊണ്ടിരുന്ന തിന്മയുടെ അന്ധകാരത്തിൽ മൂടപ്പെട്ട മനുഷ്യത്വം എന്താണെന്ന് അറിയാത്ത ഒരു കാട്ടാളന്റെ സമൂഹത്തിലേക്കാണ് കാരുണ്യകടലായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. ചെറുപ്രായത്തിൽ തന്നെ അമീൻ എന്ന ഓമന പേരിൽ വെച്ച് നമ്മുടെ നബിക്ക് കുറഞ്ഞ കാലം കൊണ്ട് ആ ജനതയ്ക്കിടയിൽ സത്യവും നീതിയും ധർമ്മവും പുലർത്തുവാൻ കഴിയും. ജനങ്ങളെ സത്യത്തിലേക്ക് നയിക്കുവാനും സാധിച്ചു. ജനങ്ങളെ നേർവഴിക്ക് നയിച്ചതിന്റെ പേരിൽ സ്വന്തം നാടും വീടും തോടും വിട്ടുപോകേണ്ടി വന്നു ആ പ്രവാചകൻ. വീണ്ടും കല്ലേറുകളും ക്രൂരപീഡനങ്ങളും കിട്ടിയിട്ടും ഒട്ടകത്തിന്റെ കുടൽമാല വരെ കഴുത്തിൽ ചാർത്തിയിട്ടും തന്റെ മുൻപിൽ മാപ്പപേക്ഷിച്ചവർക്ക് യാതൊരു മടിയും കൂടാതെ മാപ്പ് നൽകിയ ആ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ കാരുണ്യകടലാണ്. ആ മുത്തറസൂലിന്റെ പേരിൽ നാം ഇന്ന് ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്നു. അവിടുത്തെ മാർഗം പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വേദിയിൽ നമ്പർ 168. തങ്ങളുടെ 1500 ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കുറിച്ച് തങ്ങളുടെ സത്യസന്ധതയെ കുറിച്ച് ഞാൻ ഉമ്മയുടെ 2 മാസം പ്രായമുള്ളപ്പോൾ തന്റെ സ്നേഹനിധിയായ മാതാവ് അബ്ദുവായിരുന്നു. പിന്നീട് ഉമ്മ അമിനബിയുടെ സംരക്ഷണത്തിലാണ് തങ്ങൾ വളർന്നത്. മാതാവിന്റെ കുടുംബത്തിന് അധികം നാൾ വേണ്ടി വന്നില്ല. തങ്ങൾക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ മാതാവിന് പിന്നീട് പൂർണ്ണയത്തിമായ തങ്ങളെ വളർത്തിയത് ചെറുപ്പത്തിൽ തന്നെ സത്യം പറയാത്ത തങ്ങളെ വിളിച്ചിരുന്നത് അല്ലെങ്കിൽ ചെറിയ പ്രശ്നമാണ്. നമ്പർ 174. ഏറ്റവും ബഹുമാനാദരവുകൾ നേടിയ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുന്ദര ദിനത്തിൽ നിങ്ങൾക്ക് ആ പ്രവാചകന്റെ തുല്യതയില്ലാത്ത സ്നേഹം എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കാൻ വേണ്ടി വിനിയോഗിക്കുക. സർവശക്തനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. സ്നേഹം ചോർത്തുപോകുന്ന ഇക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നാം തിരിഞ്ഞു നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് മുഴുവനും നിങ്ങൾ കരുണ പുലർത്തണം എന്നാണ് റസൂൽ നമ്മെ പഠിപ്പിച്ചത്. എങ്കിൽ നാം ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണയും സ്നേഹവും
പുലർത്തുകയില്ല. പിഞ്ചോമനകളെ കാണുമ്പോഴേക്കും മുത്തം വെച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ബാലപാഠം മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. പെൺകുട്ടികളോട് നീതി പുലർത്തുവാനും മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടുവാനും നമ്മോട് കൽപ്പിച്ചു. വഴിയാത്രക്കാരനെയും ദുർബലനെയും അനാഥരെയും തന്നോട് ചേർന്ന് ആ പ്രവാചകന്റെ തുല്യതയില്ലാത്ത സ്നേഹം മനുഷ്യരോട് മാത്രമല്ല പക്ഷികളോടും മൃഗങ്ങളോടും ലോകത്തിലെ സർവ്വജീവജാലങ്ങളോടും ഒരുപോലെയായിരുന്നു. ഇങ്ങനെ 1000 ഉപദേശങ്ങൾ മാനവ സമൂഹത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മാനിച്ചു. ശത്രുക്കളെ പോലും സ്നേഹിച്ചിരുന്ന ആ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹം. ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ നാടുകടത്തപ്പെടുകയും കല്യാണപ്പെടുകയും അന്നകുർബാനിയും നൽകാതിരിക്കുകയും ഒട്ടകത്തിന്റെ കുടൽമാല വരെ കഴുത്തിൽ ചേർക്കുകയും ചെയ്തു. എന്നിട്ടും ശത്രുക്കൾ ദുരിതത്തിലാണെന്ന് 5000 സ്വർണ്ണ നാണയങ്ങൾ അയച്ചു കൊടുത്തു. ഒരു പ്രാവിന്റെ സഹോദരങ്ങളെ, സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാൻ സാധിച്ച ഒരു നേതാവുണ്ടെങ്കിൽ അത് അന്ത്യപ്രവാചകൻ അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ആ പ്രവാചകന്റെ അതില്ലാത്ത സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദുമാരെ, പ്രിയ രക്ഷിതാക്കളെ, എൻ്റെ കൊച്ചുകൂട്ടുകാരെ, ഒരുപാട് സന്തോഷിക്കുന്ന നിങ്ങളോട് 2 വാക്ക് പറയട്ടെ ആഗ്രഹിക്കുന്നു. അതിന് തൗഫീഖ് നൽകി അല്ലാഹുവിനെ കാരുണ്യത്തിന്റെ പ്രവാചകനായിട്ട് സഹജീവികളോട് എങ്ങനെ പെരുമാറേണ്ടത് ഉത്തമ ഉദാഹരണമായിരുന്നു അതിനൊരു ഉദാഹരണം ഞാനിവിടെ പറയട്ടെ. തങ്ങൾ നടന്നു വഴിയിൽ ഒരു സ്ത്രീ ചപ്പുചോറുകളുമായി അദ്ദേഹത്തെ വലിച്ചെറിയുമായിരുന്നു. അദ്ദേഹത്തിന് വേണ്ട ചപ്പുചോറുകൾ അവർ നോക്കി പുഞ്ചിരിക്കുക മാത്രം ചെയ്തുകൊണ്ട് തന്നെ യാതൊരുമായിരുന്നു. ഇതിന് പതിവായി മാറി. ഒരു ദിവസം തന്റെ ദേഹത്തേക്ക് ചപ്പുചോറുകൾ വലിച്ചെറിയുന്ന ആ സ്ത്രീയെ കണ്ടില്ല. അവരെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അവർ രോഗം ബാധിച്ച് കിടക്കുകയാണെന്ന് അറിയാനിടയാണ്. അവരുടെ വീട്ടിലേക്ക് പോയി രോഗസന്ദർശനം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇത്രയുമൊക്കെ ആയപ്പോഴേക്കും ആ സ്ത്രീ തങ്ങളെ പൊട്ടിക്കരഞ്ഞു. താൻ ഇത്രയും പേര് ദ്രോഹിച്ചിട്ടും തന്നോട് കരുണ കാണിച്ച തങ്ങളോട് മാപ്പ് പറഞ്ഞു. അവർ ആ സ്ത്രീ അവിടെ വെച്ച് തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. പ്രിയരെ, ഇതിൽ നിന്ന് തന്നെ തങ്ങൾ എത്ര മനോഹരമായ മനസ്സിനുടമയാണെന്ന് മനസ്സിലാക്കാം. എല്ലാവർക്കും കരുണ കാണിക്കുന്ന തങ്ങളുടെ ചര്യ പിൻപറ്റി ജീവിക്കുന്നതിൽ നാഥൻ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇതോടുകൂടി ജൂനിയർ വിഭാഗം മലയാള പ്രസംഗ മത്സരം അവസാനിച്ചിരിക്കുന്നു. അസ്സലാമലൈക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ, 3ാം ക്ലാസ് 4ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ്